കഴിഞ്ഞ എന്റെ പ്രസംഗത്തിൽ ഞാനൊരു പുസ്തകം തുടക്കത്തിൽ തന്നെ എടുത്തു കാണിച്ചു. ഒരു പുസ്തകം തഹ്ദീറുൽ ഇഖ്വാൻ മിൻ തർജിമത്തുൽ ഖുർആൻ. ഈ പുസ്തകം എടുത്തു കാട്ടി എന്നിട്ട് പറഞ്ഞു, അള്ളാന്റെ ഖുർആനിനെ ഇവർ തടഞ്ഞിട്ടുണ്ട് ജനങ്ങളെ. ഖുർആൻ പഠിക്കുന്നതിൽ തടഞ്ഞു എന്ന് മാത്രമല്ല, ഖുർആനിന്റെ അർത്ഥം പൊതുജനങ്ങൾക്ക് പഠിക്കൽ നിർബന്ധമില്ല. ഖുർആനിൽ നിന്നൊരു ആയത്തിന്റെയും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഓതൽ നിർബന്ധമായത് ഫാത്തിഹ മാത്രമാണ്. അതും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ല, പ്രത്യേകം സുന്നത്തുമില്ല എന്ന് എഴുതി വെച്ചു ഇവര്. അപ്പൊ മറുപടി പറയണല്ലോ മുസ്ലിയാർ, എങ്ങനെ എന്തിനും മറുപടി പറയണം? കെങ്കമാട്ട് കയറി മറുപടി പറയാൻ ശ്രമിക്കുക. എന്ത് മറുപടി? മറുപടിയാണോ അത്? മറുപടിയല്ലേ? മറുപടി ഉണ്ടോ? ഇല്ല. എന്നിട്ട് ഈ സൂക്തം, ഈ വാചകങ്ങൾ ഞാൻ ഉദ്ധരിച്ചതിന് മൂപ്പര് മറുപടി പറയാ, അങ്ങനുണ്ടോ? എല്ലാവർക്കും എല്ലാ ആയത്തും പഠിക്കണം നിർബന്ധമുണ്ടോ? എല്ലാവരും എല്ലാ ആയത്തും പഠിക്കണമെന്നുണ്ടോ? എല്ലാ സാധാരണക്കാർക്കും എല്ലാ ആയത്തും പഠിക്കാൻ പറ്റുമോ? എല്ലാ ആയത്തും പഠിക്കണ ആരല്ല ഇവിടെ? ഖുർആൻ മുഴുവൻ പഠിക്കണം എന്ന് പറഞ്ഞതല്ല. ഖുർആൻ മുഴുവൻ പഠിക്കൽ സാധാരണക്കാരന് നിർബന്ധമില്ല എന്നല്ല പറഞ്ഞത്. എല്ലാവർക്കും എല്ലാം പഠിക്കൽ നിർബന്ധമാണോ അല്ലേ എന്നുമല്ല ഇവിടെ പറഞ്ഞത്. നേരെ മറിച്ച് ഇവിടെ പറഞ്ഞത്, ഖുർആനിൽ നിന്ന് ഒരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ പൊതുജനങ്ങൾക്ക് നിർബന്ധമില്ല. ഒരായത്തിന്റെ പോലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിർബന്ധമില്ല പഠിക്കൽ, അർത്ഥം പഠിക്കരുത്, അർത്ഥം പഠിക്കേണ്ടതില്ല. അതുപോലെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഒരായത്താണ്, അർത്ഥം പഠിക്കേണ്ടതില്ല. ഓതൽ നിർബന്ധമായ സൂറത്ത് ഫാത്തിഹ മാത്രമാണ്. വിശുദ്ധ ഖുർആനിൽ നിന്ന് ഓതൽ നിർബന്ധമായ സൂറത്ത് ഫാത്തിഹ മാത്രമാണ്. എന്തേ ആ വരി കണ്ടില്ലേ? ഖുർആനിന് മുഴുവൻ ഓതൽ എല്ലാവർക്കും നിർബന്ധമാണോ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് ആ വാചകത്തെയും ന്യായീകരിച്ചുകൂടായിരുന്നോ? അപ്പൊ ഖുർആനിൽ നിന്നൊരായത്തിന്റെ പോലും അർത്ഥം പഠിക്കൽ നിർബന്ധമില്ലെന്ന് മാത്രമല്ല, ഈ പുസ്തകത്തിന്റെ 34-ാം പേജിൽ വീണ്ടും പറയുന്ന ഒരു കാര്യമുണ്ട്. അഥവാ ഈ പണ്ഡിതന്മാർ ഓതി പഠിക്കുന്ന സമയത്ത് വിശുദ്ധ ഖുർആനിന്റെ ഏതെങ്കിലും ഒരായത്ത് ഖുർആനിൽ നിന്ന് ഉദാഹരണമായി ഗ്രാമർ പഠിക്കുമ്പോൾ വന്നാൽ ആ ആയത്തുകളുടെ അർത്ഥം പണ്ഡിതന്മാർ ആശയം പറഞ്ഞു തരുമെന്നല്ലാതെ അർത്ഥം പറയാറില്ല. ആ ആയത്തുകളുടെ അർത്ഥം പറയാറില്ല. ചോദിച്ചാൽ തന്നെ അർത്ഥം പറയരുത്, പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നു. എന്താ ഉസ്താദേ ഇപ്പൊ ഓതിയ ആയത്തിന്റെ അർത്ഥം, ഇപ്പൊ നമ്മൾ കണ്ട ആയത്തിന്റെ അർത്ഥം എന്താണ് എന്ന് ചോദിച്ചാൽ അർത്ഥം ചോദിക്കാൻ പാടില്ല. ഖുർആനിന്റെ അർത്ഥം പഠിച്ചാൽ പിഴച്ചു പോകുന്നവരാണ് എന്ന് അവർ പിഴച്ചു പോകുമെന്ന് ഉപദേശിക്കുന്നവരായിരുന്നു അവര്. ഈ ഉദ്ധരണി വായിച്ചപ്പോ മുസ്ലിയാക്കന്മാർക്ക് കൊണ്ടു എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. അവരോട് തന്നെ പറയുന്ന മറുപടി പറയും. അത് ഈ തഖ്വീമുൽ ലിസാനൊക്കെ ഓതുമ്പോ അതിനിടയ്ക്ക് ഉദാഹരണമായി ചെറിയ ആയത്തിന്റെ കഷ്ടമൊക്കെ വന്നാൽ അതിന്റെ അർത്ഥം പറയൂല എന്നാണ്. തഖ്വീമുൽ ലിസാൻ ഓതുമ്പോ അതിനകത്ത് ഏതെങ്കിലും ചെറിയ ഖുർആന്റെ ഏതെങ്കിലും ഒരു ഭാഗം വന്നാൽ അല്ലെങ്കിൽ ഒരു കഷ്ടമൊക്കെ ഉദാഹരണമായി വന്നാൽ അതിനർത്ഥം പറയാറില്ല എന്നാ. വായിച്ചു നോക്കാൻ ചോട്ടില് എന്താ ഉള്ളത്, എന്താണ് ചോട്ടിലുള്ളത്? അങ്ങനെ പറഞ്ഞത് കേട്ടോളൂ. അദ്ദേഹം വിശദീകരിച്ച് പിന്നെയും പറയുന്നത് കാണാം. ഒരായത്തിന്റെ അർത്ഥത്തിൽ കുറെ ഭാഗം ഒരു ദിവസത്തിൽ 3-4 മണിക്കൂറിൽ പറഞ്ഞു തീരാതെ ബാക്കി നാളെ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കും. ഇതാണ് ആലിമീങ്ങൾ ചെയ്ത രൂപം. ഇനി ചെറിയ 1-2 ആയത്തിന്റെ മഹാന്മാരിൽ ആരെങ്കിലും അർത്ഥം പറഞ്ഞു തീർന്നതിനു ശേഷം ബാക്കി ഭാഗത്തേക്ക് കടന്നു വന്ന് തന്നെ വാദത്തിന് വേണ്ടി സമ്മതിച്ചാലും തുടർന്ന് 3 ആയത്തിന് നേർക്ക് നേരെ അർത്ഥം പറഞ്ഞ ഒരു അംഗീകൃത ആലിമിനെയും മുൻഗാമികളിൽ കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു 3 ആയത്തിന് തുടർച്ചയായി അർത്ഥം പറഞ്ഞ ഒരൊറ്റ ആലിമ് ഈ പറഞ്ഞ സമസ്തയിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കേൾക്കാറുണ്ടായിട്ടില്ല. തഖ്വീമുൽ ലിസാൻ ഓതുന്ന കാര്യമല്ല, മീസാൻ ഓതുന്ന കാര്യമല്ല, സഞ്ചാൻ ഓതുന്ന കാര്യമല്ല, ഖത്തർനദ ഓതുന്ന കാര്യമല്ല, അൽഫി ഓതുന്ന കാര്യമല്ല. പഴയകാല വാലിങ്ങൾ പോലും ദിവസങ്ങളോളം വാദ് പറയുമ്പോ 3 ആയത്തിന് തികച്ച് അർത്ഥം പറയാറില്ല. ഇനി അത് മാത്രല്ല, ഈ ബുക്ക് എന്തിനിറക്കിയതാ? KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാട് അദ്ദേഹം ഖുർആനിന്റെ പരിഭാഷ ഇറക്കിയപ്പോൾ അതിനെ ഗണ്ണിച്ചുകൊണ്ട് ഇറക്കിയ ബുക്കാ. അല്ലാതെ തഖ്വീമുൽ ലിസാനിന് അർത്ഥം പറയുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് ഇറക്കിയ ബുക്കല്ല. ഖുർആനിന്റെ പരിഭാഷ പറ്റൂല എന്ന് സമർത്ഥിച്ചുകൊണ്ട് എഴുതിയ ബുക്കാണ്. ആ ബുക്കിൽ നിന്നുള്ള ഉദ്ധരണി വായിച്ചപ്പോഴാണ് മുസ്ലിയാർ ഉരുണ്ടിട്ട് പറയുന്നത് അത് മറ്റൊന്നുമല്ല, അതിൽ യാതൊരുവിധ തെറ്റുമില്ല. നേരെ മറിച്ച് തഖ്വീമുൽ ലിസാൻ പോലുള്ള പുസ്തകങ്ങൾ ഓതുമ്പോൾ ഉദാഹരണമായി കഷ്ടമായി വരുന്ന ആയത്തുകൾ അതിന് പണ്ഡിതന്മാർ അർത്ഥം പറയാറില്ല. പൂർണ്ണമായുള്ള ആയത്തുകൾക്ക് അർത്ഥം പറയാറുണ്ട് എന്ന അർത്ഥത്തിലാണത് പറഞ്ഞത് എന്ന രൂപത്തിലാണ് മുസ്ലിയാർ ഇവിടെ ഊളിയിട്ട് നോക്കിയത്. രക്ഷയില്ല.
പൊങ്ങാൻ നിങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ അടിത്തട്ടിൽ തന്നെയായിരിക്കുമെന്നാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. എന്നിട്ട് നമ്മളോട് ഇവർ പറയാ എന്ത്? മുജാഹിദുൽ ഖുർആൻ വിപ്ലവം നടത്തിയത്രേ, ഖുർആൻ വിപ്ലവം നടത്തിയത്രേ. ഇവര് ഖുർആൻ വിപ്ലവം അല്ല, കാഫിറാക്കൽ വിപ്ലവമാണ് നടത്തിയത്. അത് ഞാനിപ്പോ പറഞ്ഞല്ലോ. ആരാ കാഫിറാക്കൽ വിപ്ലവം നടത്തിയത് പറഞ്ഞല്ലോ. ഇനി മനസ്സിലാക്കണം, ഇവര് ഖുർആനുമായി ബന്ധപ്പെടുത്തി കാണിച്ച പരിപാടി എന്താ നടത്തിയത്? ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അടുത്ത നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുമായി ഏറ്റവും ചേർന്ന് കിടക്കുന്ന അടുത്ത ദ്വീപായ നമ്മുടെ